ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. 2022 പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സുകൾ ഡിസ്കസ് ചെയ്യുന്ന സെഷനിലെ 8ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ 7 എപ്പിസോഡുകളായിട്ട് ധാരാളം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ 8ാമത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ UPSC സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് പ്രിലിംസിന്. സോ അതുകൊണ്ട് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ടോപ്പിക്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതൊന്ന് പരിഗണിക്കാം. അതുപോലെ ഈ കറണ്ട് അഫയേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യ മജിസ്റ്റർ ആപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മജിസ്റ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്തും റൈറ്റ് ചെയ്തും പോകാം. അതുപോലെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, മറ്റുള്ള ആസ്പിറൻസിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 8ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം, വിവിധ ടോപ്പിക്കുകളിലേക്ക് കടക്കാം. കറണ്ട് അഫയേഴ്സിൻ്റെ 8ാമത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ 7 പ്രധാനപ്പെട്ട എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം ടോപ്പിക്കുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ 8ാമത്തെ എപ്പിസോഡിൽ സയൻസ് ആൻഡ് ടെക്കിൽ നിന്നും അതുപോലെ എൻവയോൺമെൻറ്റൽ പോർഷനിൽ നിന്നൊക്കെ ഉള്ള അതുപോലെ ഗവൺമെൻറ് സ്കീംസ്, അങ്ങനെ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നുള്ള ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർപ്പാസസ് എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. സോ ഇത് നമുക്ക് സയൻസ് ആൻഡ് ടെക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ്, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ്. ഇപ്പോൾ എന്താണ് ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? വയർലെസ് ഇൻ്റർനെറ്റ് കണക്ഷന് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടി വയർലെസ് ഇൻ്റർനെറ്റ് കണക്ഷന് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഓക്കെ, വയർലെസ് ഇൻ്റർനെറ്റ് കണക്ഷൻ, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് എന്തിന് സഹായിക്കുന്നു? വയർലെസ് ഇൻ്റർനെറ്റ് കണക്ഷന് സഹായിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. സാറ്റലൈറ്റ് ടു ഗെറ്റ് ഇൻ്റർനെറ്റ് സിഗ്നൽസ്. ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ഇൻ്റർനെറ്റ് സിഗ്നൽസിന് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് ഇതിനകത്ത് ഇപ്പോൾ അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാർലിങ്ക് ആണ്. സ്പേസ് എക്സ് ആരെയാണ്? നമ്മളെ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആളുടെ, ഓക്കെ, ഇലോൺ മസ്കിൻ്റെ, ഓക്കെ, സ്റ്റാർലിങ്ക് ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ്, ഇത് ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ, അതായത് ഈ പറയുന്ന സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസുകളിൽ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റുകൾ ഉള്ളവയായിരിക്കും. ഓക്കെ, ജിയോ സ്റ്റേഷനറിയോ അല്ലെങ്കിൽ ലോ എർത്ത് ഓർബിറ്റോ വരുന്നവയായിരിക്കും. ഓക്കെ, അപ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസിലകത്ത് വരുന്ന സാറ്റലൈറ്റുകൾ പ്രധാനമായിട്ടും പ്ലേസ് ചെയ്യുന്ന ഒന്നെങ്കിൽ ജിയോ സ്റ്റേഷനറിയോ അല്ലെങ്കിൽ ലോ എർത്ത് ഓർബിറ്റോ ഉള്ളവയായിരിക്കും. ആൻഡ് നമ്മളിപ്പോൾ പ്രസൻ്റ്ലി എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? സ്റ്റാർലിങ്കിനെ കുറിച്ചാണ് അല്ലേ. ഇപ്പോൾ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റാണ്. ഓക്കെ, സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് എന്താണ്? ലോ എർത്ത് ഓർബിറ്റാണ് എന്ന് ഓർത്ത് വെക്കാം. ആൻഡ് അഡ്വാൻറ്റേജസ് ഓവർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി പോസിബിൾ. സോ ഇത് റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് മൂവ് ഡേറ്റ ഇൻ ഷോർട്ട് ടൈം. ഇതിന് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൂവ് ഡേറ്റ ഇൻ ഷോർട്ട് ടൈം, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് ആണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് കൂട്ടാനായിട്ട് സാധിക്കുന്നു. ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത്. അതുപോലെ ലെസ് പവർ ആൻഡ് സ്മോളർ സൈസ്. അടുത്തൊരു പ്രത്യേകത ലെസ് പവർ ആൻഡ് സ്മോളർ സൈസ് ആണ്. ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി. ഓക്കെ, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് UPSC ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റേഡിയോ
it has advantage over radio communication, move data in short time, increased bandwidth, less power and smaller size, last mile connectivity. Okay, there are some issues related to the satellite internet service, that is about the increasing space junk. Okay, increasing space junk or space waste, space problem ഉണ്ടാകുന്നു. രണ്ടാമത്തെ പ്രോബ്ലം ലാറ്റൻസി ആണ്. സോ ഇത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൻ്റെ രണ്ട് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്പേസ് ജങ്ക് ആൻഡ് ലാറ്റൻസി ആണ്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു പ്രശ്നം, അതിനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ടേം എന്ന് പറയുന്നത് കെസ്ലർ സിൻഡ്രം എന്നാണ്. കെസ്ലർ സിൻഡ്രം. ഓക്കെ, സോ കെസ്ലർ സിൻഡ്രം എന്താണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, കെസ്ലർ സിൻഡ്രം എന്താണ്? കെസ്ലർ സിൻഡ്രം. സോ കെസ്ലർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് വേസ്റ്റ് അഥവാ സ്പേസ് ജങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നമാണ് എന്ത്? കെസ്ലർ സിൻഡ്രം. സോ ഇറ്റ് ഈസ് എ ഫിനോമിന വിച്ച് ദ എമൗണ്ട് ഓഫ് ജങ്ക് ഇൻ ഓർബിറ്റ് അറൗണ്ട് എർത്ത് റീച്ചസ് എ പോയിന്റ് വിച്ച് ക്രിയേറ്റ്സ് മോർ ആൻഡ് മോർ സ്പേസ് ഡെബ്രി. സ്പേസ് ഡെബ്രി കൂടുന്നു. അപ്പോൾ ഈ സ്പേസ് ഡെബ്രി അല്ലെങ്കിൽ സ്പേസ് വേസ്റ്റ് ഓർ ജങ്ക്, സ്പേസ് ജങ്ക് കൂടുന്നതിനാണ് നമ്മൾ കെസ്ലർ സിൻഡ്രം. ഇറ്റ് ഈസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ദ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ്, മെയിൻലി സ്റ്റാർലിങ്ക്. ഇപ്പോൾ ചൈന ഏറ്റവും കൂടുതൽ സ്പേസ് ഡെബ്രിക്ക് കാരണമാകുന്നു അല്ലെങ്കിൽ സ്പേസ് ജങ്കിന് കാരണമാകുന്ന റീസെൻറ്റ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കെസ്ലർ സിൻഡ്രം എന്താണെന്ന് ഓർത്ത് വെക്കണം. കെസ്ലർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ സ്പേസിലെ ജങ്ക് ഓർ ഡെബ്രി കൂടുന്നതിനാണ് നമ്മൾ കെസ്ലർ സിൻഡ്രം എന്ന് വിളിക്കുക. ഇറ്റ് കോസിങ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ബിഗ് സാറ്റലൈറ്റ്സ്. അപ്പോൾ ഈ ബിഗ് സാറ്റലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ബിഗ് സാറ്റലൈറ്റുകളുടെയൊക്കെ ഓറിയൻറ്റേഷനെ അല്ലെങ്കിൽ അതിൻ്റെ റെവല്യൂഷനെ ഇത് ബാധിക്കും. ആൻഡ് ആൾസോ ക്രിയേറ്റ് പ്രോബ്ലംസ് ടു ആസ്ട്രോണട്സ്. ബഹിരാകാശ യാത്രികരെ അത് ബാധിക്കുന്നു. ആസ്ട്രോണട്സ് ക്രിയേറ്റിംഗ് പ്രോബ്ലംസ്. ആൻഡ് ആൾസോ മിഷൻ പ്ലാനേഴ്സ്. പുതിയ മിഷനുകൾ ഇസ്രോയും നാസയൊക്കെ പോലുള്ള ഏജൻസികൾ മുൻപോട്ട് വെക്കുമ്പോൾ ഇറ്റ് ക്രിയേറ്റിംഗ് മിഷൻ പ്ലാനേഴ്സിന് പ്രോബ്ലമാണ്. അപ്പോൾ അതാണ് ഈ കെസ്ലർ സിൻഡ്രം. കെസ്ലർ സിൻഡ്രം എന്ന് പറയുന്നത് സ്പേസ് ഡെബ്രി ഒരു വേസ്റ്റ് കൂടുകയാണ്. സാറ്റലൈറ്റ് ഓർ ഇൻ്റർനെറ്റ് സർവീസിൻ്റെ കൂടി സാറ്റലൈറ്റുകൾ വരുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ് ലീഡ്സ് ടു കെസ്ലർ സിൻഡ്രം എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഇസ്രോ ടോപ്പിക്. അടുത്തൊരു സയൻസ് ആൻഡ് ടെക്കിൽ നിന്നുള്ള ചോദ്യം നമ്മൾ ഇസ്രോയുടെ ഗഗൻയാനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഗഗൻയാനുമായി ബന്ധപ്പെട്ടതാണ്. അത് ഗഗൻയാൻ ഇപ്പോൾ 2022 പുറപ്പെടായിരുന്നത്. പക്ഷേ കോവിഡ് അറ്റാക്കൊക്കെ കാരണം 2023 ഇസ്രോ മാറ്റിയിട്ടുണ്ട്. സോ ഹ്യൂമൻസിനെ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യ ഹ്യൂമൻസിനെ സെൻഡ് ചെയ്യുന്ന 4th നേഷനായിട്ട് എന്ത് ചെയ്യും, മാറും അതോടുകൂടി. ഓക്കെ, ഗഗൻയാൻ വഴി ഇന്ത്യ 4th നേഷൻ ടു സെൻഡ് ഹ്യൂമൻസ് ഇൻ സ്പേസിലേക്ക് ഹ്യൂമൻസിനെ അയക്കുന്ന 4th നേഷനായിട്ട് മാറും. 2023 മാറ്റിയിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോജക്റ്റ്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോജക്റ്റ് എന്ന് കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദിസ് എ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ലോ എർത്ത് ഓർബിറ്റ് പ്രോജക്റ്റ് ആണ്. ലിയോ പ്രോജക്റ്റ് അഥവാ ലോ എർത്ത് ഓർബിറ്റ് പ്രോജക്റ്റ് ആണെന്ന് ഓർത്ത് നോക്കണം. ഓക്കെ, ലോ എർത്ത് ഓർബിറ്റ് പ്രോജക്റ്റ് ആണ്. ഇതിന് ഇന്ത്യയെ സഹായിക്കുന്ന 2 രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ്, ഒന്ന് ഫ്രാൻസ് ആണ്. ഓക്കെ, റഷ്യ ആൻഡ് ഫ്രാൻസ്. ഇപ്പോൾ റഷ്യ എങ്ങനെ സഹായിക്കുന്നത് നോക്കുക. റഷ്യ സഹായിക്കുന്നത് ട്രെയിനിങ് ഓഫ് ഓസ്ട്രോനോട്സുകൾക്ക് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം. ഓസ്ട്രോനോട്ടുകൾക്ക് എന്ത് നൽകുക, ട്രെയിനിങ് നൽകുക. ഫ്രാൻസ് സഹായിക്കുന്നത് ട്രെയിൻ ഫ്ലൈറ്റ് ഫിസീഷ്യൻസ്, കൂടെ പോകുന്ന ഡോക്ടർമാരുണ്ടാവും. അങ്ങനെയുള്ള ഫിസീഷ്യൻസിനെ സഹായിക്കുക, ഫിസീഷ്യൻസിന് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, ഫ്രാൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കണം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 2023 ഇന്ത്യ ഈ ഒരു ഗഗൻയാൻ പ്രോജക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 4th നേഷൻ ആവും ഇന്ത്യ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോജക്റ്റാണ്. ലോ എർത്ത് ഓർബിറ്റ് പ്രോജക്റ്റ്, ലിയോ പ്രോജക്റ്റ് അഥവാ ലോ എർത്ത് ഓർബിറ്റ് പ്രോജക്റ്റ് ആണ്. റഷ്യ എന്താ ചെയ്യുന്നത്, ഗിവിംഗ് ട്രെയിനിങ് ടു ദ ആസ്ട്രോനോട്ട്സ്. ഫ്രാൻസ് ഗിവിംഗ് ട്രെയിനിങ് ടു ദ ഫ്ലൈറ്റ് ഫിസീഷ്യൻസിന് വേണ്ടിയിട്ട് ട്രെയിനിങ് നൽകുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗഗൻയാൻ പ്രോജക്റ്റിന് 3 പ്രധാനപ്പെട്ട പാർട്സ് ആണുള്ളത്. ദർ ആർ 3 മേജർ പാർട്സ് ഫോർ ദ ഗഗൻയാൻ പ്രോജക്റ്റ്. ഓക്കെ, 3 പ്രധാനപ്പെട്ട പാർട്സുകളുണ്ട്. ഒന്ന് ക്രൂ മൊഡ്യൂളാണ്. ഒന്നാമത്തതിൻ്റെ പേരെന്താണ്, ക്രൂ മൊഡ്യൂൾ. ഈ പോകുന്ന കൂട്ടത്തിൽ പോകുന്ന ആൾക്കാരിക്കുന്നതാണ് ക്രൂ മൊഡ്യൂൾ. 2 സർവീസ് മൊഡ്യൂൾ. ഓക്കെ, സർവീസ് മൊഡ്യൂൾ ഉണ്ട്. 3 അതിൻ്റെ പ്രധാന ലോഞ്ചിങ് വെഹിക്കിളിൻ്റെ പേര് GSLV
MK3 എന്നാണ്. GSLV MK3 എന്നാണ്. GSLV MK3. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടി ഓർത്ത് വെക്കുക. ഗഗൻയാൻ്റെ 3 മേജർ പാർട്സ്. ഗഗൻയാൻ്റെ 3 മേജർ പാർട്സ്, ഒന്ന് ക്രൂ മൊഡ്യൂൾ, ഒന്ന് സർവീസ് മൊഡ്യൂൾ, ഒന്ന് ഇത് പോകുന്ന ലോഞ്ചിങ് വെഹിക്കിളിൻ്റെ പേര് GSLV മാർക്ക് അല്ലെങ്കിൽ GSLV MK3 എന്നാണ്. ഓക്കെ, സോ ഇത് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഗഗൻയാൻ മിഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ആണ്. ഓക്കെ, കോർഡിനേറ്റഡ് ബൈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ, കോർഡിനേറ്റഡ് ബൈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ അറ്റ് ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂരുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ആണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇറ്റ് വാസ് അണ്ടർ ISRO. അത് ഏതിൻ്റെ കീഴിൽ തന്നെയാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കീഴിൽ തന്നെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു സാധനമാണ് ഇന്ത്യൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം എന്താണെന്ന് കൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. നമ്മൾ ISROയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ത്യൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് എൻ ഇൻ്റർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതെന്താണ്? ഒരു ഇൻ്റർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻ്റർ സാറ്റലൈറ്റ് communication. It is an inter-satellite communication and it is placed at geostationary orbit. Okay, geostationary orbit ലാണ് ഇതുള്ളത്, geostationary orbit, and it help Gaganyaan. Gaganyaan ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? helping in ട്രാക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രാക്കിങ്ങിനും അതുപോലെ കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ ഡേറ്റ റിലേ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻ്റർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണ്. ഗഗൻയാൻ ഇതെങ്ങനെ സഹായിക്കുന്നു? ട്രാക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, സോ ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ഇസ്രോയുമായി ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്താണെന്ന് ഓർത്ത് വെക്കണം. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഇപ്പോൾ ഈ നമ്മൾ GSLVയെ കുറിച്ചും PSLVയെ കുറിച്ചൊക്കെ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഓർ LEO, ദാറ്റ് ഈസ് ലോ എർത്ത് ഓർബിറ്റിൽ ഏകദേശം 500 കിലോഗ്രാം വരെയുള്ള സാറ്റലൈറ്റുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വെഹിക്കിളാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നറിയപ്പെടുക. or they are also known as micro satellites. ഓക്കെ, സോ മൈക്രോ സാറ്റലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾസും ആര് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ISRO ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗഗൻയാനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓർ ISS, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇറ്റ് വാസ് എൻ ഇനിഷ്യേറ്റീവ് ബൈ USA, കാനഡ, റഷ്യ, ഓക്കെ, ജപ്പാൻ ആൻഡ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. അപ്പോൾ ഇങ്ങനെ കുറേ ഏജൻസികളുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തുടങ്ങിയൊരു സംഗതിയാണ് എന്ത്? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. USA, കാനഡ, റഷ്യ, ജപ്പാൻ ആൻഡ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഓക്കെ, അപ്പോൾ ഇതെന്താ പ്രത്യേകത? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1998. 1998 ഇത് ലോഞ്ച് ചെയ്തത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തത്. അതിൻ്റെ പിക്ചർ നമുക്കിവിടെ കാണാം. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തത് 1998. ആദ്യമായിട്ട് മനുഷ്യനെ അയക്കുന്നത് ഫസ്റ്റ് മാൻ ഇൻ 2000. മനുഷ്യൻ എന്നാ എത്തുന്നത്? 2000. ഫസ്റ്റ് മാൻ ഇൻ 2000. ഇത് ഏകദേശം 200 മുതൽ 400 കിലോമീറ്റർ വരെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, 200 to 400 കിലോമീറ്റർ ഹൈറ്റിലാണ് നമുക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, 93 മിനിറ്റാണ് ഒരു റെവല്യൂഷന് വേണ്ടി ഇത് എടുക്കുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർക്കുക. റീസെൻ്റ്ലി ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫോർ 1 റെവല്യൂഷൻ, ഒരു റെവല്യൂഷൻ എത്ര സമയം എടുക്കുന്നു? 93 മിനിറ്റാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എടുക്കുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആരൊക്കെയാണ്? USA, കാനഡ, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി. സ്റ്റാർട്ട് ചെയ്തത് 1998. ഫസ്റ്റ് മാൻ ആദ്യമായിട്ട് മനുഷ്യനെത്തിക്കുക 2000. 200 മുതൽ 400 കിലോമീറ്റർ വരെ ഹൈറ്റിലാണുള്ളത്. 200 to 400 കിലോമീറ്റർ ഹൈറ്റ്. 200 to 400 കിലോമീറ്റർ ഹൈറ്റ്. 93 മിനിറ്റാണ് അതൊരു റെവല്യൂഷൻ എടുക്കുന്നത്. 93 മിനിറ്റ്സ്. ഓക്കെ, 93 മിനിറ്റ്സ് ആണ് അതൊരു റെവല്യൂഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, 93 മിനിറ്റ്സ്. നെക്സ്റ്റ് നോക്കുക,
എന്താണ് ഇതിൻ്റെ പർപ്പസ്? ഓക്കെ, എന്തെങ്കിലും പർപ്പസ് വേണമല്ലോ. ദർ ആർ സം പർപ്പസസ് ഫോർ ദിസ്. ഓക്കെ, ഈ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് സം പർപ്പസുകളുണ്ട്. ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് റിസർച്ച് ആണ്. ഓക്കെ, സയൻറ്റിഫിക് റിസർച്ച്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് റിസർച്ച് ആണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ സയൻറ്റിഫിക് റിസർച്ച് ആണ്. രണ്ട്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ പർപ്പസ്. രണ്ട്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. മൂന്ന്, എക്സ്പ്ലോറേഷൻ ആണ്. എക്സ്പ്ലോറേഷൻ. മൂന്ന്, എക്സ്പ്ലോറേഷൻ. ഓക്കെ, മൂന്ന് എക്സ്പ്ലോറേഷൻ. അപ്പം മൂന്ന് പ്രധാനപ്പെട്ട പർപ്പസുകളാണ് ആർക്കുള്ളത്? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. മൂന്ന് പ്രധാനപ്പെട്ട പർപ്പസുകൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. സയൻറ്റിഫിക് റിസർച്ച്, എഡ്യൂക്കേഷണൽ ആൻഡ് എക്സ്പ്ലോറേഷൻ. ഓക്കെ, സയൻറ്റിഫിക് റിസർച്ച്, എഡ്യൂക്കേഷണൽ ആൻഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് കൂടിയുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സംഗതി നോക്കുന്നത് ഒരു ചൈനയുടെ സ്പേസ് സ്റ്റേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കണം. ന്യൂസിൽ ധാരാളമായിട്ട് വന്നതുകൊണ്ട് ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ്റെ പേര് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതിൻ്റെ പേര് ടിയാങ്കോങ് എന്നാണ്. ഓക്കെ, ടിയാങ്കോങ്. ഓക്കെ, ചൈനയുടെയാണ്. ടിയാങ്കോങ് എന്നാണ് ചൈനയുടെ, അതിൻ്റെ പേര് ടിയാങ്കോങ് എന്നാണ്. ടിയാങ്കോങ്. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്ന ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹെവൻലി സ്പേസ് എന്നാണ്. ഹെവൻലി സ്പേസ് എന്നറിയപ്പെടുന്നു. ഹെവൻലി സ്പേസ് ആൻഡ് ആൾസോ ഓപ്പൺ ഫോർ ആൾ കൺട്രീസ് ടു കണ്ടക്ട് സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ചൈനയുടെ ആണെങ്കിലും ഓപ്പൺ ഫോർ ആൾ കൺട്രീസ് ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്. ഓപ്പൺ ഫോർ ആൾ കൺട്രീസ്, എല്ലാ രാജ്യങ്ങൾക്കും ഓപ്പൺ ആണ് ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ എല്ലാ രാജ്യങ്ങൾക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ ഓർത്തുക്കണം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ശരിയാണ്. ഓപ്പൺ ഫോർ ആൾ കൺട്രീസ് ടു കണ്ടക്ട് സയൻസ് എക്സ്പെരിമെൻറ്റ്സ്. എന്ത് എക്സ്പെരിമെൻറ്റ്സ്? സയൻസ് എക്സ്പെരിമെൻറ്റ്സ് നടത്താനായിട്ട് ഓപ്പൺ ആണ് എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ, സോ അത് ചൈനയുടെ. അപ്പോൾ ചൈനയുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ്റെ പേര് ടിയാങ്കോങ് എന്നാണ്. ചൈനയുടെ ടിയാങ്കോങ്. ഹെവൻലി സ്പേസ്, അതിൻ്റെ മീനിങ് എന്താണ്? ഹെവൻലി സ്പേസ് എന്നാണ്. ഓപ്പൺ ഫോർ ആൾ കൺട്രി ടു കണ്ടക്ട്. ഓക്കെ, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ. ചൈനയുടെ ടിയാങ്കോങ് എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്താണ്? ലോ എർത്ത് ഓർബിറ്റിൽ തന്നെയാണ് കേട്ടോ. ലോ എർത്ത് ഓർബിറ്റ്. നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS പറഞ്ഞതുപോലെ ടിയാങ്കോങ്ങും എന്ത് തന്നെയാണ്? ലോ എർത്ത് ഓർബിറ്റ് ഉള്ളവയാണ്. ഓക്കെ, നമ്മൾ അടുത്ത് കുറച്ച് എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ അടുത്തത് ഇൻ്റർനാഷണൽ നൈട്രജൻ ഇനിഷ്യേറ്റീവ് ആണ്. സോ നൈട്രജൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് അല്ലേ ഇൻ ദ അറ്റ്മോസ്ഫിയർ. 78% എന്താണ്? നൈട്രജൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ നൈട്രജൻ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ പ്രോഗ്രാം. അതെന്ത് പ്രോഗ്രാമാണ്? അതൊരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം ആണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ആൻഡ് ഇറ്റ് ഈസ് സെറ്റപ്പ് ഇൻ 2003, 2003 അണ്ടർ ദ സ്പോൺസർഷിപ്പ് ഓഫ് സയൻറ്റിഫിക് കമ്മിറ്റി ഓൺ പ്രോബ്ലംസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ജിയോസ്ഫിയർ പ്രോഗ്രാം. അപ്പോൾ ഇതിനകത്ത് ഈ ഏജൻസികളുടെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം. ഏജൻസികളുടെ പേര് UPSC എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഇറ്റ് വാസ് ആൻ ഇൻ്റർനാഷണൽ പ്രോഗ്രാം. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ പ്രോഗ്രാം സെറ്റപ്പ് ഇൻ 2003, 2003 വരുന്നത്. അണ്ടർ ദ സ്പോൺസർഷിപ്പ് ഓഫ് സയൻറ്റിഫിക് കമ്മിറ്റി ഓൺ പ്രോബ്ലംസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ജിയോസ്ഫിയർ പ്രോഗ്രാം. ഇൻ്റർനാഷണൽ ജിയോസ്ഫിയർ പ്രോഗ്രാം. പിന്നെ ഇതിൻ്റെ കീ എയിം ഒപ്റ്റിമൈസ് നൈട്രജൻസ് ബെനിഫിഷ്യൽ റോൾ ഇൻ സസ്റ്റൈനബിൾ ഫുഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നൈട്രജൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ എന്താണ്? ഇറ്റ്സ് എ ന്യൂട്രിയൻ്റ് അല്ലേ. നൈട്രജൻ ഈസ് എ ന്യൂട്രിയൻ്റ്, വെരി ന്യൂട്രിയൻ്റ് എസെൻഷ്യൽ ഫോർ ദ സോയിൽ ഫെർട്ടിലിറ്റി. സോയിൽ ഫെർട്ടിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? നൈട്രജൻ അല്ലേ. സോ അതുകൊണ്ട് ഒപ്റ്റിമൈസ് നൈട്രജൻസ് ബെനിഫിഷ്യൽ റോൾ ഇൻ സസ്റ്റൈനബിൾ ഫുഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക? നൈട്രജൻ്റെ സസ്റ്റൈനബിൾ യൂസ് ഫുഡ് പ്രൊഡക്ഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ നൈട്രജൻ ഇനിഷ്യേറ്റീവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. മിനിമൈസ് നൈട്രജൻസ് നെഗറ്റീവ് ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം നൈട്രജൻ്റെ എന്ത് കുറയ്ക്കുക? നെഗറ്റീവായിട്ടുള്ള ഇഫക്ട്സ്, ഹ്യൂമൻ ഹെൽത്തിന് നെഗറ്റീവായിട്ടുള്ള ഇഫക്ട്സ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഓക്കെ, ആൻഡ് എൻവയോൺമെൻറ്റ് റിസൾട്ടിങ് ഫ്രം ഫുഡ് ആൻഡ് എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? എൻവയോൺമെൻറ്റ് റിസൾട്ടിങ് ഫ്രം ഫുഡ് ആൻഡ് എനർജി പ്രൊഡക്ഷൻ വളരെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ നൈട്രജൻ ഇനിഷ്യേറ്റീവിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൊടുക്കണം സയൻറ്റിഫിക് കമ്മിറ്റി ഓൺ പ്രോബ്ലംസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ജിയോസ്ഫിയർ പ്രോഗ്രാം. ഓക്കെ, ഫൈൻ. അടുത്തത് ദ പ്രോഗ്രാം ഈസ് കറൻ്റ്ലി സസ്റ്റെയിൻഡ് പാർട്ണർ ഓഫ് ഫ്യൂച്ചർ എർത്ത്. അപ്പോൾ എന്തിൻ്റെ ഭാഗമാണിത്? ഫ്യൂച്ചർ എർത്ത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2012 അറ്റ് ദ UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ USD റിയോ പ്ലസ് എന്നറിയാം പ്പെടുന്നത് UN
കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ UNCSD UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്, റിയോ പ്ലസ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഫ്യൂച്ചർ എർത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ നൈട്രജൻ ഇനിഷ്യേറ്റീവ് എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കാം. ഇറ്റ് എയിംസ് ടു ബിൽഡ് നോളജ് അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ ആൻഡ് ഹ്യൂമൻ ആസ്പെക്ട്സ് ഓഫ് ഗ്ലോബൽ ചേഞ്ച്. അപ്പോൾ ഇതിനകത്ത് ഇറ്റ് എയിംസ് ടു ബിൽഡ് അബൌട്ട് എൻവയോൺമെൻറ്റൽ ആൻഡ് ഹ്യൂമൻ ആസ്പെക്ട്സ് ഓഫ് ഗ്ലോബൽ ചേഞ്ച് ആൻഡ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സൊല്യൂഷൻസ് കണ്ടെത്തുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ത് കണ്ടെത്തുക, സൊല്യൂഷൻസ് കണ്ടെത്തുക. ആൻഡ് നോക്കുക, നൈട്രജൻ ഇനിഷ്യേറ്റീവിൻ്റെ പ്രത്യേകത എന്താ, എവരി 3 years, ഓരോ 3 വർഷവും, എവരി 3 years ഓരോ 3 വർഷവും ഇതെന്ത് ചെയ്യാറുണ്ട്, ഒരു കോൺഫറൻസ്, ഇൻ്റർനാഷണൽ നൈട്രജൻ കോൺഫറൻസ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരിക, 3 വർഷം കൂടുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. യെസ്, ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ. കോൺഫറൻസ് ഹെൽഡ് അറ്റ് മെൽബൺ 2016 ലീഡ് ടു മെൽബൺ ഡിക്ലറേഷൻ. ഇപ്പോൾ മെൽബണിൽ വെച്ചൊരു കോൺഫറൻസ് നടക്കുകയുണ്ട്, അത് മെൽബൺ ഡിക്ലറേഷൻ നയിച്ചു. ആൻഡ് ഇൻ്റർനാഷണൽ നൈട്രജൻ ഇനിഷ്യേറ്റീവ് ഹാവ് കാൾഡ് നൈട്രജൻ ദ ന്യൂ കാർബൺ. അപ്പോൾ ഈ നൈട്രജൻ ദ ന്യൂ കാർബൺ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻവയോൺമെൻറ്റൽ പെർസ്പെക്റ്റീവിൽ അല്ലേ. കാരണം എന്താണ്, ന്യൂ കാർബൺ എന്ന് ഇൻ്റർനാഷണൽ നൈട്രജൻ എക്സ്പെർട്ടീവ് നൈട്രജനെ വിശേഷിപ്പിച്ചു. കാർബൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആൾസോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഓർത്തു വെക്കുക. അപ്പോൾ ഇത് ഫ്യൂച്ചർ എർത്തിൻ്റെ ഭാഗമായത് 2012 UNCSDയിൽ വെച്ചിട്ടാണ്. UNCSD അഥവാ UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബിൽഡപ്പ് ചെയ്യുക എൻവയോൺമെൻറ്റൽ ആൻഡ് ഹ്യൂമൻ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ നൈട്രജൻ ഇനിഷ്യേറ്റീവ് എല്ലാം 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കൂടാറുണ്ട്. മെൽബണിൽ വെച്ച് 2014 കൂടി, അതാണ് മെൽബൺ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത പിഗ്മി ഹോഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയാം. പിഗ്മി ഹോഗ് എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റീവ് ബ്രെഡ് പിഗ്മി ഹോഗ്സ് റിലീസ്ഡ് ഇൻ മനാസ് നാഷണൽ പാർക്ക് ഇൻ അസം. അപ്പോൾ അസാമിലെ മനാസ് നാഷണൽ പാർക്കിൽ പിഗ്മി ഹോഗ്സിനെ എന്ത് ചെയ്തു, റിലീസ് ചെയ്യപ്പെട്ടു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അനിമൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് വരാൻ കാരണം. ദിസ് ഈസ് ദ സെക്കൻഡ് ബാച്ച് ഹാവ് ബീൻ റീഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ വൈൽഡ് അണ്ടർ ദ പിഗ്മി ഹോഗ് കൺസർവേഷൻ പ്രോഗ്രാം ഇൻ എ ഇയർ. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം പിഗ്മി ഹോഗ് കൺസർവേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മനാസ് നാഷണൽ പാർക്കിലേക്ക് പിഗ്മി ഹോഗ്സിനെ റിലീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പിഗ്മി ഹോഗ് കൺസർവേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കൊളാബറേഷൻ വിത്ത് ഡ്യൂറൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റ് ഓഫ് UK. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്, ആരുമായിട്ട് ചേർന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പിഗ്മി ഹോഗ് കൺസർവേഷൻ നടത്തുന്നത്, ഡ്യൂറൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റ് ഓഫ് UK, യുകെയുടെ ഡ്യൂറൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റുമായിട്ട് ചേർന്ന്, യുകെയുടെ ഡ്യൂറൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റുമായിട്ട് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിഗ്മി കൺസർവേഷൻ സ്ട്രാറ്റജി ഗവൺമെൻറ് ഓഫ് നടത്തുന്നത്. ഓക്കെ, അസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് ഉണ്ടെങ്കിലും ആരാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അസാമിൻ ഫോറസ്റ്റ് ഗവൺമെൻറ്, അസാമിൻ്റെ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഗവൺമെൻറ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട മേൽനോട്ടം എല്ലാം വഹിക്കുന്നത്. വൈൽഡ് പിഗ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ കണ്ടോ ഞാൻ പറഞ്ഞില്ല, യൂണിയൻ എൻവയോൺമെൻറ്റൽ മിനിസ്ട്രിയും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പിഗ്മി ഹോഗ് കൺസർവേഷൻ എന്ത് ചെയ്യുന്നത്, കൺസർവേഷൻ ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, കൺസർവേഷൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് മനാസ് നാഷണൽ പാർക്കിലേക്ക് ഇത് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത. ഡ്യൂറൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ട്രസ്റ്റ് ഓഫ് UK, അസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വൈൽഡ് പിഗ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് യൂണിയൻ എൻവയോൺമെൻറ്റൽ മിനിസ്ട്രി. ഇത്രയും പേരും എന്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പിഗ്മി ഹോഗ് കൺസർവേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ബൈ 2025 പ്ലാൻസ് ടു റിലീസ് 60 പിഗ്മി ഹോഗ്സ് ഇൻ മനാസ്. 2025 ഏകദേശം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 60ഓളം പിഗ്മി ഹോഗ്സിനെ, ഓക്കെ 60ഓളം പിഗ്മി ഹോഗ്സിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഗവൺമെൻറ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എന്താ പിഗ്മി ഹോഗ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പോർക്യൂല സാൽവേനിയ എന്നാണ്. പോർക്യൂല സാൽവേനിയ വേൾഡ് സ്മോളസ്റ്റ് വൈൽഡ് പിഗ് ആണ് കേട്ടോ. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പിഗ്മി ഹോഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കണം. സ്റ്റാറ്റിക് പോർഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇറ്റ്സ് വേൾഡ് സ്മോളസ്റ്റ് വൈൽഡ് പിഗ് ആണ്, വേൾഡ്സ് സ്മോളസ്റ്റ് വൈൽഡ് പിഗ് ആണ്. സ്പീഷീസ് കൺസ്ട്രക്ട്സ് ദ നെസ്റ്റ് ത്രൂ ദ ഇയർ, നെസ്റ്റ് ത്രൂ ഔട്ട് ദി ഇയർ. എല്ലാ വർഷവും പുതുതായിട്ട് നെക്സ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അത് കേട്ടോ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ എൻവയോൺമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റ്സ്.
യൂസ്ഫുൾ എൻവയോൺമെൻറ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഈ പിഗ്മി ഹോഗ് എന്തായിട്ട് പ്രവർത്തിക്കുന്നു? പിഗ്മി ഹോഗ് ഒരു എൻവയോൺമെൻറ്റൽ ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. എന്തിൻ്റെയാണ്? മാനേജ്മെൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റ്സ്. ഇപ്പോൾ ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റ്സിൻ്റെ ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റ്സിൻ്റെ മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ടോ കൃത്യമായിട്ട് എന്നുള്ളത് കാണിക്കുന്നൊരു എൻവയോൺമെൻറ്റൽ ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് പിഗ്മി ഹോഗ്സ് ആണ്. ഇതിൻ്റെ ഹാബിറ്റാറ്റ്സ് നോക്കിയുടെ റിലേറ്റീവ്ലി ഡിസ്റ്റർബ്ഡ് ആണ്. ടെറായ് ഗ്രാസ് ലാൻഡ്സ്. ടെറായ് ഗ്രാസ് ലാൻഡ്സ് അറിയാലോ. ടെറായ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ റീജിയൻ. അസം പ്ലെയിൻ റീജിയൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ പ്രീവിയസ്ലി സ്പ്രെഡ് അക്രോസ് ഇന്ത്യ, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. നൗ ഓൺലി ഫൗണ്ട് ഇൻ അസം. മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് ഇറ്റ്സ് ബഫർ റിസർവ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UPSC സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അത് ശരിയാണ്, അത് ഓർത്ത് വെക്കണം. പ്രീവിയസ്ലി സ്പ്രെഡ് അക്രോസ് ഇന്ത്യ, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. നേപ്പാളിലും ഭൂട്ടാൻ ഇന്ത്യ അല്ലേ, 3 രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. ഇപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ ഇന്ത്യയിൽ കണ്ടിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ എവിടെ മാത്രമേ ഉള്ളൂ? നൗ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ അസം ആൻഡ് ബഫർ റിസർവ്സ് അല്ലേ. ബഫർ റിസർവ്സിലും അസമിലും മാത്രമാണ് കാണപ്പെടുന്നത്. അപ്പം ഈ ഒരു മനാസ് നാഷണൽ പാർക്ക് എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. മനാസ് നാഷണൽ പാർക്ക് എവിടെയാണ്? അസമിലാണ്. അസമിലാണ്. മനാസ് നാഷണൽ പാർക്ക് എവിടെയാണ്? അസമിലാണ്. പിഗ്മി ഹോഗ് സക്കിംഗ് ലൂസ് hematopinossolveri, a parasite that feeds only on pygmy hogs, will also fall in the same risk category of critically endangered as survival linked to that of host species. അപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാരസൈറ്റ് ദാറ്റ് ഫീഡ്സ് ഓൺലി പിഗ്മി ഹോഗ്സിനെ മാത്രം എന്ത് ചെയ്യുന്ന ഉന്നം വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാരസൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേര് ലൂസ് എന്നാണ്. ഇതാണ് ഈ പിഗ്മി ഹോഗ്സിൻ്റെ പോപ്പുലേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ പോപ്പുലേഷൻ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാരസൈറ്റിൻ്റെ പേര് ലോസ് എന്നാണ്. ഇറ്റ് ഫീഡ്സ് ഓൺലി പിഗ്മി ഹോഗ്സ്. സോ നെക്സ്റ്റ് അബൌട്ട് ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. ഇറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് റിലേറ്റഡ് ടു ദ എൻവയോൺമെൻറ്റൽ സെക്ഷൻ because the Assam Forest Department has signed Memorandum of Understanding or MOU with the non-governmental organizations and adopted a vision document to raise at least 1000 black soft shell turtle by 2030. അപ്പോൾ അസം ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളൊക്കെ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്ന, വളരെ ബയോഡൈവേഴ്സിറ്റിയുള്ള നാഷണൽ പാർക്കുകൾ കാണാൻ സാധിക്കുന്ന അസമിലാണ്. സോ അസം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? MOU ആരുമായിട്ടാണ്? ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസുമായിട്ട് എന്ത് ചെയ്യുന്നു? വിഷൻ ടു റൈസ് 1000 ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽസ് 2030 1000 ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽസിനെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ IUCN റെഡ് ലിസ്റ്റ് സ്റ്റാറ്റസ് ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. IUCN റെഡ് ലിസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. IUCN ലിസ്റ്റ് സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അടുത്ത സൈറ്റ്സിനകത്ത് ഇതിൻ്റെ ഒരു കാറ്റഗറി എന്താണ്? അപ്പൻഡിക്സ് 1 ആണ്. സൈറ്റ്സിനകത്തുള്ളത് അപ്പൻഡിക്സ് 1 ആണ്. അപ്പൻഡിക്സ് 1ൽ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ കൺസർവേഷൻ റെഡ് ലിസ്റ്റ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. സോ നോക്കാൻ ഈ റെപ്റ്റൈൽസ് എങ്ങനെയാണ്? സോഫ്റ്റ് ഷെൽ ടർട്ടിൽ, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം നിൽസോണിയ നിഗ്രിക്കാൻസ് എന്നാണ്. ഇറ്റ്സ് എ സ്പീഷീസ് ഓഫ് ഫ്രഷ് വാട്ടർ ടർട്ടിൽ. അപ്പോൾ ഇതൊരു ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്, നിങ്ങൾ ഓർത്ത് നോക്കണം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് മനസ്സിലേക്ക് വരണം. അപ്പോൾ ഈ ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്. ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്. എൻ്റെ ഹാബിറ്റേറ്റ് നോക്കട്ടെ, ലോവർ ബ്രഹ്മപുത്ര റിവർ. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? ലോവർ ബ്രഹ്മപുത്ര റിവർ. ബ്രഹ്മപുത്ര റിവറിൻ്റെ ലോവർ പോർഷനിലാണെന്ന് വരുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ലോവർ ബ്രഹ്മപുത്ര റിവർ ഓർത്തു വെക്കണം. ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ, ലോവർ ബ്രഹ്മപുത്ര റിവർ. ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ദേ ആർ ഫൗണ്ട് ഇൻ പോൺസ് ഓഫ് ടെമ്പിൾസ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് ആൾസോ ഇൻക്ലൂഡ് ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ മെയിൻലി ദാറ്റ് ഈസ് പോർഷൻ ഓഫ് ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ് ആൻഡ് മെയിൻലി ഇൻ ദ ബ്രഹ്മപുത്ര റിവർ. നെക്സ്റ്റ് ഒരു മിഷനെ കുറിച്ചാണ്. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ പാം. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ പാം. എഡിബിൾ പാം ഓയിലുമായി ബന്ധപ്പെട്ട്, അപ്പോൾ പാം ഓയിലുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ UPSC ചോദിച്ചിട്ടുണ്ട്. സോ പാം ഓയിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ്
11,000 crore നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ ഓർ ഓയിൽ പാം സ്കീം. അപ്പോൾ ഓയിൽ പാം സ്കീമുമായി ബന്ധപ്പെട്ട് 11,000 crore ഈ മിഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സ്കീം ഇമ്മൻസ്ലി ബെനിഫിറ്റ് ദ ഓയിൽ പാം ഫാമേഴ്സ്, ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൾസോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇങ്ങനെ 11,000 കോടി 11,000 crore ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ പാം ഇതെന്ത് ചെയ്യുന്നു, ഇത് ബെനിഫിറ്റ് ഓയിൽ പാം ഫാമേഴ്സ്, ഇൻക്രീസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൾസോ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ആൾസോ ഷാൾ റെഡ്യൂസ് ദി ഇമ്പോർട്ടൻറ്റ് ഡിപ്പെൻഡൻസ് ആൻഡ് ആൾസോ ഇൻക്രീസ് ഇൻകം ഓഫ് ദ ഫാമേഴ്സ്. അപ്പം ഇങ്ങനെ വളരെ ഫാമേഴ്സിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ഈ നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ പാം എന്ന് പറയുന്നത്. എന്താണ് ഓയിൽ പാം ഫാമേഴ്സ് ഇമ്മൻസ്ലി ബെനിഫിറ്റ് ഓയിൽ പാം ഫാമേഴ്സ്. എങ്ങനെ ഇൻക്രീസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഷാൾ റെഡ്യൂസ് ദ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് ആൻഡ് ആൾസോ ഇൻക്രീസ് ദ ഇൻകം ഓഫ് ദ ഫാമേഴ്സ്. ഓക്കെ, ഫൈനലി നോക്കുക, സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഇത് എന്ത് സ്കീമാണ്? ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം that aims to ensure self-sufficiency in edible oil production with a special focus on northeastern region and Andaman and Nicobar. So this statement is very important and critical. So നമ്മളങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് പ്രോഗ്രാം. ഓക്കെ, ദാറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് നോക്കുക, aims to ensure self-sufficiency in edible production and special for and oil production, that is also general. But here നോക്കുക, സ്പെഷ്യൽ ഫോക്കസ് ഓൺ, കണ്ടോ, സ്പെഷ്യൽ ഫോക്കസ് ഓൺ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഓർക്കണം, അത് കൃത്യമായിട്ട് വായിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ഫോക്കസ് ഓൺ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, യെസ്, അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഈ ഒരു മിഷൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആരെയൊക്കെയാണ്? നോർത്ത് ഈസ്റ്റേൺ റീജിയനെയും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ളവരെയുമാണ്. Under this scheme, it is proposed to cover an additional area of 6.5 lakh hectare for oil palm till the year 2025 to 2026. അപ്പോൾ 2025-2026 ആകുമ്പോഴത്തേക്കും ഏകദേശം 6.5 ലക്ഷം ഹെക്ടർ ഓയിൽ പാം കവർ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ടാർഗറ്റ് ഓഫ് 10 lakh hectares അൾട്ടിമേറ്റ്ലി. പിന്നീട് അതെന്താക്കണം, 10 ലക്ഷമാക്കി മാറ്റുക. ഓക്കെ, സോ ഇതാണ് ഇങ്ങനൊരു എയിം വെച്ചിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു സ്കീം മുന്നോട്ട് വെക്കുന്നത്. ഓയിൽ പാം ഫാം പ്രൊഡ്യൂസസ് ഫ്രഷ് ഫ്രൂട്ട് ബഞ്ചസ് ഫ്രം വിച്ച് ഓയിൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ ഇൻഡസ്ട്രി ആൻഡ് പ്രസൻ്റ്ലി പ്രൈസസ് ഓഫ് ദീസ് ഫ്രഷ് ഫ്രൂട്ട് ബഞ്ചസ് ലിങ്ക്ഡ് ടു ദ ഇൻ്റർനാഷണൽ CPO പ്രൈസസ് ഫ്ലക്ച്വേഷൻസ് ആൾസോ. ഗവൺമെൻറ് വിൽ give a price assurance to the oil palm farmers for the FBBs and will be known as viability price. അപ്പോൾ ഒരു വയബിലിറ്റി പ്രൈസിലായിരിക്കും ഇത് എന്ത് ചെയ്യുക, സെയിൽ നടക്കുക. അത് ഫാമേഴ്സിന് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു പ്രത്യേകത നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസിലേക്ക് വന്നാൽ, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് എഡിബിൾ ഓയിൽ ഇമ്പോർട്ടർ ഇൻ ദ വേൾഡ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് എഡിബിൾ ഓയിൽ ഇമ്പോർട്ടർ ഇൻ ദ വേൾഡ് ആണ് അല്ലേ. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് എഡിബിൾ ഓയിൽ ഇമ്പോർട്ടർ ഇൻ ദ വേൾഡ്. ഇന്ത്യാസ് വെജിറ്റബിൾ ഓയിൽ എക്കണോമി ഈസ് വേൾഡ്സ് 4th ലാർജസ്റ്റ് ആഫ്റ്റർ USA, ചൈന ആൻഡ് ബ്രസീൽ. ഇപ്പോൾ USA-യും ചൈനയും ബ്രസീലും കഴിഞ്ഞാൽ ഇന്ത്യാസ് വെജിറ്റബിൾ ഓയിൽ എക്കണോമി ഈസ് വേൾഡ്സ് 4th ലാർജസ്റ്റ്. ലോകത്തിലെ 4th ലാർജസ്റ്റ് വെജിറ്റബിൾ ഓയിൽ ഇക്കണോമി ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ദ ഓയിൽസിൽ അക്കൗണ്ട്സ് ഫോർ 13% ഓഫ് ദ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ, 3% ഓഫ് ദ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് 10% ഓഫ് ആൾ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്. Palm oil, a major share of the edible oil consumed by Indians, with the second most consumed oil being. Okay, second most important oil ആണ് പാം ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ യെല്ലോ റെവല്യൂഷൻ, നമുക്ക് ഈ ഒരു റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ ഒക്കെ ധാരാളമായിട്ട് ചോദിച്ചു തുടങ്ങി. നമുക്ക് യെല്ലോ റെവല്യൂഷനിലേക്ക് വരാം. 1986 ഓക്കെ, 1986 വെരി ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ് 1986 അല്ലേ. ദ ഇയർ വെയർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് passed അല്ലേ. 1986 the year where consumer protection act was first passed അല്ലേ, 1986 ആണ്. the year the first speed post in India was launched 1986 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വർഷമാണ് 1986. the most important related to the environment was Environmental Protection Act of 1986.
നോക്കാം. യെല്ലോ റവല്യൂഷൻ ആൾസോ കണ്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സാധനം കൂടെ പറയാം. യെല്ലോ റവല്യൂഷൻ, നാലാമത്തെ സാധനം യെല്ലോ റവല്യൂഷൻ ആൾസോ ലോഞ്ച്ഡ് ഇൻ 1986. ഓക്കെ, ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് എഡിബിൾ ഓയിൽ സീഡ്സ് ഇൻ ദ കൺട്രി ടു മീറ്റ് ഡൊമസ്റ്റിക് ഡിമാൻഡ്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഡിമാൻഡിന് വേണ്ടിയിട്ട് എഡിബിൾ ഓയിൽ ഒരു സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് യെല്ലോ റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. ലോഞ്ച് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് എഡിബിൾ ഓയിൽ സീഡ്സ്. എഡിബിൾ ഓയിൽ സീഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് യെല്ലോ റവല്യൂഷൻ ലക്ഷ്യം. The oil seeds which come under this revolution include groundnut, mustard, soybean, safflower and sesame. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റുകളുണ്ട്. സോയാബീൻ, മസ്റ്റാർഡ് അറിയാം, സോയാബീൻ, സാഫ്ലോർ ആൻഡ് സിസെയിം. സൺഫ്ലവർ ഉണ്ട്, പിന്നീട് നിഗർ ഉണ്ട്, ലിൻസീഡ് ആൻഡ് കാസ്റ്റർ സീഡ് എന്ന് നമുക്ക് പറയാം കേട്ടോ. കാസ്റ്റർ സീഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇന്ത്യ കെയിം അപ്പ് വിത്ത് ഓയിൽ ടെക്നോളജിക്കൽ മിഷൻ ഇൻ 1986 ടു എൻഷുർ ദർ ഇസ് എ സക്സസ് ഫോർ ദിസ് ഇൻ പർട്ടിക്കുലർ മൂവ്മെൻറ്റ്. ഓക്കെ, ഓയിൽ ടെക്നോളജിക്കൽ മിഷൻ കൊണ്ടുവന്ന് 1986 ആണ്. യെല്ലോ റവല്യൂഷൻ ഇംപ്ലാന്റഡ് ദ ഹൈബ്രിഡ് മസ്റ്റാർഡ് ആൻഡ് സിസെയിം. ഹൈബ്രിഡ് മസ്റ്റാർഡും സിസാമും കൊണ്ടുവന്നു ഈ യെല്ലോ റവല്യൂഷൻ പ്രകാരം, 1986 യെല്ലോ റവല്യൂഷൻ പ്രകാരം. ആൻഡ് വിച്ച് ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് എഡിബിൾ ഓയിൽ സിഗ്നിഫിക്കൻ്റ്ലി. ഇറ്റ് വാസ് ആൾസോ ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ടെക്നോളജി ഫോർ ഓയിൽ പ്രൊഡക്ഷൻ ഇൻ ദ കൺട്രി. ഓക്കെ, so moving on to the next about National Gene Bank. Okay, National Gene Bank is another important thing. World's second largest refurbished state of art National Gene Bank is launched at Delhi Pusa. ഡൽഹിയിലെ പുസ എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് റീഫർബിഷ്ഡ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് നാഷണൽ ജീൻ ബാങ്ക് ഈസ് ലോഞ്ച്ഡ് അറ്റ് എവിടെയാണ്? നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ്. നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ്. ഓക്കെ, ലോഞ്ച്ഡ് അറ്റ് ദ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ് പൂസ, ന്യൂഡൽഹി. നാഷണൽ ജീൻ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1996. നാഷണൽ ജീൻ ബാങ്ക് എന്നാ വന്നത്? 1996 ടു പ്രിസർവ് ദി സീഡ്സ് ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ് for future generations. Okay, so നാഷണൽ ജീൻ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1996 ടു പ്രിസർവ് ദ സീഡ്സ് ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഇറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ് ആണ്. ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നത് ആരാ? നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സസ് ആണ്. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു പ്രിസർവ് 1 മില്യൺ ജെർമ പ്ലാസം ഇൻ ദ ഫോം ഓഫ് സീഡ്സ്. ഓക്കെ, അപ്പോൾ ജെർം പ്ലാസം എത്രയാ? 1 മില്യൺ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ നാഷണൽ ജീൻ ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂസിൽ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നാഷണൽ ജീൻ ബാങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 മില്യൺ സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നോക്കാം, പ്രസൻ്റ്ലി 4.5 lakh accessions which have 2.7 lakhs in Indian germ plasm and rest have imported from other countries. അപ്പോൾ ഇന്ത്യ റീസെൻ്റ്ലി ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ നോക്കിയാൽ 4.52 4.52 lakh accessions ഉണ്ട്. അതിൽ 2.7 lakh ഇന്ത്യൻ ജെർമ പ്ലാസമാണ്, റെസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ജീൻ ബാങ്കിൽ എന്തുണ്ട്? 4 kinds ഓഫ് ഫെസിലിറ്റീസ് ആണുള്ളത്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. 4 kinds ഓഫ് ഫെസിലിറ്റീസ് ആണുള്ളത്. ഒന്ന് സ്പീഡ് ജീൻ ബാങ്ക്, 18 degree Celsius ടെമ്പറേച്ചർ. സീഡ് ജീൻ ബാങ്ക്, അടുത്തത് സീഡ് ജീൻ ബാങ്ക്. ക്രയോ ജീൻ ബാങ്ക് 170 degrees to -170 to -196 degree Celsius. ഇൻ വിട്രോ ജീൻ ബാങ്ക് 25 degree Celsius. ഫീൽഡ് ജീൻ ബാങ്ക്. ഇപ്പോൾ 4 ജീൻ ബാങ്കുകളുണ്ട്. അതിനകത്ത് തന്നെ നാഷണൽ ജീൻ ബാങ്കിനകത്ത് തന്നെ 4 ജീൻ ബാങ്കുകളുണ്ട്. സീഡ് ജീൻ ബാങ്ക്, ക്രയോജനിക് ബാങ്ക്, വിട്രോ ജീൻ ബാങ്ക്, ഫീൽഡ് ജീൻ ബാങ്ക്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു സം ഓഫ് ദ മേജർ പ്രോഗ്രാംസ് വിച്ച് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് ആയുഷ് has collaborated with the UK London School of Hygiene and Tropical Medicine to conduct study on ashwagandha for promoting recovery of COVID-19. അപ്പോൾ COVID-19 നിന്നും റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അശ്വഗന്ധയുടെ ഇമ്പോർട്ടൻസ്? ഓക്കെ, അശ്വഗന്ധ ഈസ് ആൻ ഇന്ത്യൻ വിൻ്റർ ചെറി ആണ് അശ്വഗന്ധ എന്ന് വിളിക്കാം. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് മിനിസ്ട്രി ഓഫ് ആയുഷ് ഉണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി, ദാറ്റ് ഈസ് കാൾഡ് മിനിസ്ട്രി ഓഫ് ആയുഷ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ആയുഷ് UK ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ
ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അശ്വഗന്ധ എങ്ങനെ COVID-19 ഉപയോഗിക്കാം, റിക്കവറിക്ക് വേണ്ടി ഉപയോഗിക്കാം. ബെനിഫിറ്റ്സ് ഓഫ് അശ്വഗന്ധ എന്താ? ഇറ്റ് ഇസ് കോമൺലി നോൺ ആസ് ഇന്ത്യാസ് വിന്റർ ചെറി, ട്രഡീഷണൽ ആയുർവേദിക് ഹെർബ് ദാറ്റ് ബൂസ്റ്റ് എനർജി, റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് മേക്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങർ. ഈ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആർക്കുണ്ട്? ഈ അശ്വഗന്ധയ്ക്കുണ്ട്. അതാണ് നമ്മളത് കൊറോണയ്ക്ക് അല്ലെങ്കിൽ കോവിഡിനെതിരെ ഉപയോഗിക്കാൻ സാധിക്കാം എന്ന് എന്ത് ചെയ്യുന്നത്, റിസർച്ച് നടത്തുന്നത് അല്ലേ. ഏതൊക്കെയാ? ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ആയുർവേദിക് ഹെർബ്. എന്താ ചെയ്യാൻ പറ്റും? ദാറ്റ് ബൂസ്റ്റ് എനർജി, റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് മേക്സ് ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങർ അല്ലേ. അത് എനർജി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങർ ആക്കുന്നു. ഇറ്റ് ഹാസ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഈ ഒരു അശ്വഗന്ധയ്ക്ക് എന്തിനൊക്കെയുള്ള കഴിവുണ്ട്? ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണത്. ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് ദ നെർവ്സ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സിനെയും സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റാണ് ഇൻഡിഗോ. എന്താ ഇൻഡിഗോ? ദ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ലോഞ്ച്ഡ് ഇൻഡിഗോ. അപ്പോൾ ആരാണ്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇൻഡിഗോ എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻഡിഗോ, ദ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് റിലീസ്ഡ് ഇൻഡിഗോ. It is India's first cattle genomic chip for the conservation of pure varieties of indigenous cattle breeds. അപ്പം കാറ്റിൽ ബ്രീഡ്സുമായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണോ എന്ന്. അല്ല. അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡയറി ഫാമിംഗ് ആണോ എന്ന്. അല്ല, ഇറ്റ് ഇസ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി എന്താ ചെയ്തത്? ഇന്ത്യാസ് ഫസ്റ്റ് കാറ്റിൽ ജീനോമിക് ചിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു. കാറ്റിൽ ജീനോമിക് ചിപ്പ് for the conservation of pure varieties of indigenous cattle breeds like Gir, Kankrej, Sahiwal, Ongole, etc. Developed by National Institute of Animal Biotechnology. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജിയാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. ഹൈദരാബാദ്. അവരെവിടെയാണ്? ഹൈദരാബാദിലാണ്. അൺ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. ഇനി എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുക. ഈ ഒരു ചിപ്പിൻ്റെ വിൽ ഹെൽപ്പ് ദ ഗവൺമെൻറ് സ്കീംസ് ടു അച്ചീവ് ദ ഗോൾ കൺസർവേഷൻ ഓഫ് അവർ ഓൺ ബ്രീഡ്സ് വിത്ത് ബെറ്റർ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതാണ് സുപ്രീം കാറ്റിൽസിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീം സക്സസ് ആവാൻ ഈ കാറ്റിൽ ജീനോമിക് ചിപ്പ് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിനെ സഹായിക്കും. ആൻഡ് ഹെൽപ്സ് ടുവേർഡ്സ് ഡബിളിംഗ് ഫാമേഴ്സ് ഇൻകം ബൈ 2022. 2022 അവസാനമാകുമ്പോൾ ഈ ഡയറി ഫാമേഴ്സ് ഉണ്ടല്ലോ, ഡയറി ഫാമേഴ്സിൻ്റെ അല്ലെങ്കിൽ കാറ്റിൽ ഹേർഡേഴ്സിൻ്റെ ഇൻകം എന്ത് ചെയ്യും? വർദ്ധിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇറ്റ് വിൽ ഇവൻച്വലി ഹെൽപ്പ് ഇൻ ഇലൈറ്റ് ബുൾ സെലക്ഷൻ, നല്ല രീതിയിലുള്ള ഇലൈറ്റ് ബുൾ സെലക്ഷൻ ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ക്യാരക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ കാറ്റിലിൻ്റെ പ്രൊഡക്ടിവിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്രീസ് ചെയ്യാനും അതെന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് ഹങ്കർ ഹോട്ട്സ്പോട്ട് റിപ്പോർട്ട്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ന്യൂസ്. റീസെൻറ്റ് റിപ്പോർട്ട്, എത്യോപ്യ, country in Africa, Madagascar island, South Sudan, northern Nigeria and Yemen are in need of urgent targeted humanitarian action. അപ്പോൾ കൃത്യമായിട്ടൊരു ഹ്യൂമാനിറ്റേറിയൻ ആക്ഷൻ ഒരു ഹങ്കർ ഇഷ്യൂ അല്ലെങ്കിൽ ഹങ്കർ ഹോട്ട്സ്പോട്ടായിട്ട് ഈ രാജ്യങ്ങൾ എത്യോപ്യ, മഡഗാസ്കർ, സൗത്ത് സുഡാൻ, നോർത്തേൺ നൈജീരിയ, യമൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ട്. സോ ദ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കാം. ഈ ഹങ്കർ ഹോട്ട്സ്പോട്ട് റിപ്പോർട്ട്. So this hunger hotspot report was published by FAO, Food and Agriculture Organization, and World Food Program, WFA. വേൾഡ് ഫുഡ് പ്രോഗ്രാം WFA. ഇപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും വേൾഡ് ഫുഡ് പ്രോഗ്രാം ഓർ WFP വേൾഡ് ഫുഡ് പ്രോഗ്രാം കൂടെ ചേർന്ന് പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടാണിത്. ദ റിപ്പോർട്ട് ഇഷ്യൂസ് ഇസ് ഏർലി വാർണിംഗ് ഫോർ അർജൻറ്റ് ഹ്യൂമാനിറ്റേറിയൻ ആക്ഷൻസ് ഇൻ 23 കൺട്രീസ് ആൻഡ് സിറ്റുവേഷൻസ് കാൾഡ്. എന്തൊക്കെയാണ് നോക്കാം. സിറ്റുവേഷൻസ് കാൾഡ് ഹോട്ട്സ്പോട്ട്സ്. അപ്പോൾ അർജൻറ്റ് നീഡ് വരേണ്ട രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ഹങ്കർ ഹോട്ട്സ്പോട്ട്സുകളെന്ന് വിളിക്കുന്നു. ഹങ്കർ ഹോട്ട്സ്പോട്ട്സ്. അപ്പോൾ ഹങ്കർ ഹോട്ട്സ്പോട്ട്സുകളെന്ന് വിളിക്കുകയും ആ ഹങ്കർ ഹോട്ട്സ്പോട്ട്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ 23 രാജ്യങ്ങളെയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും വേൾഡ് ഫുഡ് പ്രോഗ്രാമും കൂടെ ചേർന്ന് എന്ത് ചെയ്തിട്ടുള്ളത്? ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് നോക്കുക. എത്യോപ്യ, മഡഗാസ്കർ, സൗത്ത് സുഡാൻ, നോർത്തേൺ നൈജീരിയ, യമൻ. ഓക്കെ, ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആൻഡ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഇപ്പോൾ എന്താ? It's a part of the population is likely to face deterioration of actual food insecurity that will put their livelihood at risk. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവുന്നു? It will create problems in
ഫ്യൂച്ചറിൽ ഇവർക്ക് ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ആര് പറയുന്നത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO ആൻഡ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ എന്ത് തയ്യാറാക്കുന്നത്? ഹങ്കർ ഹോട്ട്സ്പോട്ട് ഇൻഡെക്സ് ഓർ ഹങ്കർ ഹോട്ട്സ്പോട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, സോ അത് മെയിൻലി ഏത് രാജ്യത്ത് ഏത് കോണ്ടിനെൻ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ ഏതാണ്? ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ്. ഓക്കെ, സോ ഇതുകൂടി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വച്ചിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ആൾ അബൌട്ട് ദ ടോപ്പിക് വി ആർ ഡിസ്കസിങ് ടുഡേ. സോ നമ്മളെല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ 8ാമത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേ. വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.